എൻ്റെ പേര് ജിസ്മി. ഞാൻ കാലടി മാണിക്യമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് 2021 നവംബർ 24-ാം തീയതിയാണ്. ഞാൻ 2014 തുടങ്ങി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട് വളരെ കുറഞ്ഞ ശമ്പളമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹത്തോടു കൂടി IELTS എക്സാം എഴുതി. 2 പ്രാവശ്യം എക്സാം എഴുതിയെങ്കിലും എനിക്ക് ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് എപ്പോഴും പോകുമായിരുന്നു. ആദ്യം എഴുതിയപ്പോൾ ലിസണിങ്ങിന് മാർക്ക് കുറഞ്ഞു, രണ്ടാമത് എഴുതിയപ്പോൾ റീഡിങ്ങിന് മാർക്ക് കുറഞ്ഞു. അങ്ങനെ വളരെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത്. ഉടുമ്പടിയിൽ എൻ്റെ IELTS എക്സാം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് എനിക്ക് ലഭിക്കണമെന്ന് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു. വീണ്ടും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാൻ ഉടുമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് എക്സാം എഴുതി. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ യൂട്യൂബിൽ എല്ലാം കാണുമായിരുന്നു. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട്, അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളിലും ഒത്തിരി കുട്ടികൾക്കും ഇതുപോലെ IELTSനായാലും ഒത്തിരി മത്സരങ്ങൾക്കും നല്ല മാർക്ക് ലഭിച്ചത്, അതൊക്കെ ഞാൻ എപ്പോഴും എനിക്കത് ഇൻസ്പിറേഷനായിരുന്നു ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും. അങ്ങനെ ഞാനും ഡേറ്റ് എടുത്തു, എക്സാം ഹാളിൽ ചെന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടുമ്പടി കാശ് രൂപ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം നല്ല രീതിയിൽ എല്ലാ മൊഡ്യൂളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്ക് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ കിട്ടി. അങ്ങനെ പിന്നീട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അതിന് മുന്നേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നതിന് ശേഷം വിസയ്ക്ക് വയ്ക്കണം. അപ്പോൾ വിസയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് 2013 തുടങ്ങി 2023 വരെ ഡയറക്റ്റ് 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് കോളേജിൽ എത്രമാത്രം അത് വിസയ്ക്ക് സക്സസ് ആവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞു ചിലപ്പോൾ റിജക്ഷൻ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവർക്ക് വിസ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് എനിക്ക് തരാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ വിശ്വാസത്തിലും പിന്നെ ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടതും പിന്നെ അച്ഛൻ്റെ ടോക്കൊക്കെ എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴായാലും അച്ഛൻ പറയുന്ന ഒരു വാക്ക് എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. ഈ ജൂൺ 19-ാം തീയതിയാണ് വിസയ്ക്ക് ഡേറ്റ് എടുത്തത്. അപ്പോൾ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ പാസ്പോർട്ട് എടുത്ത് പ്രാർത്ഥിച്ചു. ആദ്യം വിസയ്ക്ക് ഉടമ്പടി കാശ് രൂപം ഞാൻ പാസ്പോർട്ടിൻ്റെ മുകളിൽ വെച്ചു, പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതിനുശേഷമാണ് ഞാൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ചെന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, വെഞ്ചിരിച്ച ഉപ്പ്. ഞാൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ആ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹമാണ് ഇത്, ദൈവത്തിന് മാതാവിന് ഇത് എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഈ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസമാണ് കുറഞ്ഞത് വിസ വരാനായിട്ട്. അപ്പോൾ വിസയ്ക്ക് വെച്ച് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. പ്രതീക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും കാരുണ്യപ്രവർത്തികളാണെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി പിന്നീട് വീണ്ടും പുതുക്കി. പിന്നെ പത്രമാണെങ്കിലും ഞാൻ എല്ലായിടത്തും എൻ്റെ അടുത്തുള്ള പള്ളികളിലാണെങ്കിലും ഞങ്ങളുടെ അയൽപക്കത്തെ എല്ലാ വീട്ടിലും നടന്ന് ഞാൻ ഈ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവ് എനിക്ക് എന്തായാലും തരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ ഉടമ്പടി കാശുരൂപം വെച്ചിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും ഞാനൊന്നും ഒരു മുടക്കം വരുന്നില്ല. പറ്റുന്ന സമയത്ത് കുർബാന എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാൻ സാധിക്കില്ലെങ്കിലും പറ്റുന്ന സമയത്തെല്ലാം പള്ളിയിൽ കുർബാന കാണാനായിട്ട് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ലഭിക്കുമെന്ന് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെച്ചെങ്കിലും 30 ദിവസമാണ് സാധാരണ സമയം. പക്ഷെ എൻ്റെ ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് ഞാൻ 26-ാം തീയതി എന്നുള്ളൊരു ദിവസം അതെൻ്റെ മനസ്സിലിങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി. അപ്പോൾ വിസ വെച്ചത് 19-ാം തീയതിയാണ്. അപ്പോൾ 26 എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ എനിക്ക് എപ്പോഴും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 26 എന്നുള്ള ഡേറ്റ് എപ്പോഴും ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ആരോ പറഞ്ഞു തന്നെ പോലെ തോന്നിയായിരുന്നു. അങ്ങനെ 26-ാം തീയതി ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴേക്കും എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു, എംബസിയിൽ നിന്ന് വിസ ഡെസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, പാസ്പോർട്ട് ഡെസ്പാച്ച് ആയെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു. ഞങ്ങളുടെ അടുത്തുള്ള കൊറിയർ സെൻറ്ററിൽ പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു. പക്ഷെ എനിക്ക് അത് ഓപ്പൺ ചെയ്യാൻ എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒരു ഉറപ്പ് ഏജൻസിയിൽ നിന്നാണെങ്കിലും തന്നിട്ടുണ്ടായിരുന്നില്ല വിസ കിട്ടുമെന്നുള്ളത്. കാരണം 13 വർഷം ഒരു ഗ്യാപ്പ് അതൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പാസ്പോർട്ടിൽ വിസ ഉണ്ടായിരുന്നു. ഈ മാസം 28-ാം തീയതി
ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ സഹോദരൻ ഇതുപോലെ തന്നെ മാൾട്ടയ്ക്ക് പോകാനായിട്ട് 2 വർഷമായിട്ട് ഒരു ഏജൻസിയിൽ 7 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 വർഷമായിട്ടും അതിൻ്റെ ഒരു റിപ്ലൈയും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം വർക്ക് പെർമിറ്റ് വരുന്നില്ല. അവരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് വരും തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ വളരെയധികം വീട്ടിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കണ സമയത്ത് ഇവൻ്റെ കാര്യം നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി നിയോഗങ്ങൾ രണ്ടാമത്തെ നിയോഗമായ എൻ്റെ സഹോദരന് വിസ വരെയും ഇപ്പോൾ അവൻ മാൾട്ടയിൽ നല്ലൊരു ജോലിയിൽ അവനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. അത് എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് നാത്തൂൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എൻ്റെ ആങ്ങളെയും നാത്തൂനും കുട്ടിയായിട്ട് അടുത്ത ദിവസങ്ങളിൽ വന്ന് പറയും. പക്ഷെ എനിക്ക് എൻ്റെ നിയോഗത്തിൽ അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞതാണ്. അത് കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാതാവ് മാറ്റി തന്നു. നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് ജനിച്ചു. കുഴപ്പമൊന്നുമില്ല. ഇത്രയും നല്ല അനുഗ്രഹം മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടുന്ന പോലെ പൈസ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഓർഫനേജിൽ അവർക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ഒരുപാട് പൈസ ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ ഉള്ള രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യാമായിരുന്നു. പിന്നെ പത്രമാണെങ്കിലും എല്ലാവർക്കും കിട്ടിയ സമയത്ത് തന്നെ കൊടുത്ത് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൂടെ ഉണ്ടായത് മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശീർവാദമാണ്. വിസയ്ക്കാണെങ്കിലും IELTS എക്സാമിനാണെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സം കൂടാതെ പിന്നീട് എല്ലാ കാര്യങ്ങളും സാധിച്ചു. അപ്പോൾ 28-ാം തീയതി പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. മാതാവിന് ഒത്തിരി നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ജിസ്മി ജോഷി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കം നൽകി ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ നിയോഗങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ളത്. വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഈ സഹോദരിയുടെയും അതുപോലെ തന്നെ സഹോദരൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും അഭിഷേകവും ഇവർക്ക് ലഭിച്ചു എന്ന് ഇവർ തങ്ങളുടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം.